ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ GS വ്ലോഗ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് നാടൻ കോഴിക്കറിയും ചോറുമായിട്ട് കൂട്ടി കഴിച്ചിട്ടുണ്ട്. നമ്മൾ പ്രബന്ധം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ ഫുഡെന്ന് പറയുന്നത് പുട്ടും നാടൻ കോഴിക്കറിയുമാണ്. അപ്പോൾ നമുക്കതൊന്ന് എങ്ങനെയാണ് റെഡിയാക്കുന്നത്. ഞങ്ങളുടെ സാധാരണ വീടുകളിൽ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് പുട്ടുണ്ടാക്കുന്നത്, വേറെ വിശേഷമായിട്ടൊന്നുമില്ല. അപ്പോൾ അതൊന്നും ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇതാ പുട്ടുകുടം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് എടുത്തിട്ടുണ്ട്. ഇത്രയും മാവാണ് ഞാനിത് എടുത്തത്. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പുണ്ട്, വെതറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പ് വെതറി വെച്ചേക്കാണ്. ഇനി കുറച്ച് തേങ്ങ ഇതിൽ ആഡ് ചെയ്ത് കുഴച്ചെടുത്തിട്ട് വരാം. ഇത്രയും തേങ്ങയാണ് ഞാനിതിലേക്ക് ഇടുന്നത്. അങ്ങനെ നമുക്ക് എല്ലായിടത്തും ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ, സാധാരണയായിട്ട് തന്നെ. പിന്നെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വൈകുന്നേരത്തെ കുക്കിങ് അപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി റെഡിയാക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി പുട്ടുണ്ടാക്കാം. തേങ്ങ കൊത്ത് ആദ്യം ഇടാം. നല്ല രീതിയിൽ തേങ്ങ ഇടണം. അവന് ഭയങ്കര ഇഷ്ടമാണ്. പ്രവീണിന് തേങ്ങ കൊത്ത് കൂടുതൽ ഇട്ട് വയ്ക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. വെള്ളം ചൂടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മാവ് ഇങ്ങനെ നമുക്ക് പുട്ടുണ്ടാക്കാം. അങ്ങനെ നമ്മൾ പുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പുട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പുട്ടിന് ആവി വന്നിട്ടുണ്ട്. എന്നാലും ഒരു 5 മിനിറ്റും കൂടെ വേവിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ചിലപ്പോൾ ഉള്ളിൽ വേവാതെ മാവായിട്ട് ഇരുന്നാൽ പ്രശ്നമാവില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയും കൂടെ ഒന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തടി കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ ചട്ടുകത്തിന് ഞാൻ കുത്താൻ എടുത്തിരിക്കുകയാണ് കേട്ടോ. പുട്ടിനെ. ഓക്കെ, നമുക്കിപ്പോൾ എടുക്കാം. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഇതായതുകൊണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു പുട്ടും കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ പുട്ട് റെഡിയായി. അങ്ങനെ നമ്മൾ പുട്ടും നാടൻ കോഴിക്കറിയായിട്ട് നമ്മുടെ പ്രവീണിന് കൊടുക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇലയിലാണ് ഭയങ്കര ഇഷ്ടം കഴിക്കാൻ കുറച്ചും കൂടെ. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ നാടൻ കോഴിക്കറി. സൂപ്പറാണ് കേട്ടോ, സൂപ്പറാ. ഒന്നും പറയാനില്ല. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ വൈകുന്നേരത്തെ ഫുഡാണ് നമ്മൾ പ്രവീണിന് ഉണ്ടാക്കി കൊടുത്തത്. അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.